മുന്നറിയിപ്പില്ലാതെ ഹർത്താൽ പ്രഖ്യാപിച്ചത് ക്രിമിനൽ കുറ്റമെന്ന് ഹൈക്കോടതി. ഉത്തരവാദികൾ നടപടി നേരിടേണ്ടി വരും. ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. സമരം പ്രഖ്യാപിച്ച ഡീൻ കുര്യാക്കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കാർ കോടതിയിൽ നൽകി. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, വ്യാപകമായ അക്രമം ഇപ്പോഴും കൊച്ചിയിൽ തുടരുകയാണോ? ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ആനന്ദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താൽ കോടതി ലക്ഷ്യവും നിയമവിരുദ്ധവുമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ്, കാസർഗോഡ് UDFന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ MK കമറുദ്ദീൻ, കൺവീനർ A ഗോവിന്ദൻ നായർ എന്നിവർക്ക് ഇപ്പോൾ കോടതി ലക്ഷ്യ നോട്ടീസ് അയക്കുകയും ഹൈക്കോടതി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മിന്നൽ ഹർത്താൽ നീതീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ കോടതി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന ഒരു മുന്നറിയിപ്പ് നൽകി. ഈ 3 പേരും കോടതിക്ക് മുൻപാകെ നേരിട്ട് ഹാജരാകാനുള്ള നിർദ്ദേശം പോലീസ് മുഖേന ഈ ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സർക്കാർ ഈ കാര്യത്തിൽ വെള്ളിയാഴ്ചക്കകം സത്യവാങ്മൂലം നൽകണമെന്നും ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ നിരീക്ഷണമാണ് ഹൈക്കോടതി ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഹർത്താൽ ഒരിക്കലും നീതീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഇത് തീർത്തും നിയമവിരുദ്ധമാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഇത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ പ്രത്യേകം നേരിടേണ്ടി വരും. ഹർത്താലിന്റെ പേരിൽ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കരുതെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇത്തരത്തിലൊരു മിന്നൽ ഹർത്താൽ എങ്ങനെ നടത്താനാവും? ആരാണ് ഇത്തരത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു. സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നീതീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ മിന്നൽ ഹർത്താലിനെതിരെ കോടതി ഉത്തരവ് നിലവിലുള്ളപ്പോൾ രാജ്യത്തോട് തന്നെ ഉത്തരവാദിത്തമുള്ളവർ ഈ ഹർത്താൽ ആഹ്വാനം പാടില്ലായിരുന്നു എന്നായിരുന്നു കോടതിയിൽ നിന്ന് നിരീക്ഷിച്ചത്. ഈ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം അവിടെ സമർപ്പിക്കുമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മിന്നൽ ഹർത്താലുകൾ ഒരു വാർത്തയാക്കി മാറ്റി ഇത് ജനങ്ങളിൽ എത്തിക്കരുതെന്ന് മാധ്യമങ്ങളോടും ഇന്ന് കോടതി ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും നിർത്തിവെച്ച പൊതുഗതാഗതം എല്ലാം തന്നെയും പുനരാരംഭിക്കണം. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനമെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കണം. കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും ഒരുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇന്ന് ഈ ഡീൻ കുര്യാക്കോസിന്റെ FB പോസ്റ്റ് ഉൾപ്പെടെ ഹൈക്കോടതിക്ക് ഇന്ന് സർക്കാർ കൈമാറിയിരുന്നു. മാത്രമല്ല ഈ കേരളത്തിൽ 1 ലക്ഷത്തോളം ICSE വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതാനിരുന്നതായിരുന്നു. ഇവരെല്ലാം തന്നെയും ഈ ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരീക്ഷ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായി. സ്വകാര്യ ബസ് സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. കടകമ്പോളങ്ങൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെല്ലാം തന്നെയും ഇന്ന് കൃത്യമായി സർക്കാർ കോടതിയെ അറിയിച്ചു. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം വിലയിരുത്തണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. എന്തായാലും വളരെ ഗുരുതരമായ ഒരു നിരീക്ഷണത്തിന് ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനും കാസർഗോഡ് UDF ജില്ലാ ചെയർമാനും കൺവീനർക്കും ഇപ്പോൾ കോടതി ലക്ഷ്യ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവർ എത്രയും പെട്ടെന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരോട് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടപരിഹാരം ഉൾപ്പെടെ എല്ലാം അക്രമ ദൃശ്യങ്ങളെല്ലാം തന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം ഈ വെള്ളിയാഴ്ച നൽകാനും ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, സിബി ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലിൽ വ്യാപക അക്രമം. പ്രവർത്തകർ കടകൾ അടപ്പിക്കുകയും ബസ്സുകൾ തടയുകയും ചെയ്തു. തലസ്ഥാനത്ത് നിന്ന് ഷീജ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ഷീജ, ഇപ്പോഴും ഇത്തരം അക്രമ സംഭവങ്ങൾ തുടരുന്നുണ്ടോ? പോലീസ് നടപടി ഇക്കാര്യത്തിൽ കർശനമായി ഇടപെടുന്നുണ്ടോ? കാരണം ഹൈക്കോടതി കൂടി ഈ ഘട്ടത്തിൽ വളരെ രൂക്ഷമായ വിമർശനം ഇവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു. സ്വമേധയാ കേസും എടുത്തിരിക്കുന്നു. തീർച്ചയായും നമുക്കറിയാം, സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ഹർത്താൽ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പേരും ഈ ഒരു ഹർത്താലിനെ കുറിച്ച് അറിയാതെയാണ് രാവിലെ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി തയ്യാറായതും ഒപ്പം തന്നെ ഓഫീസുകളിലേക്ക് പുറപ്പെട്ടതും. പക്ഷേ രാവിലെ ഇത്തരത്തിൽ ഹർത്താൽ അറിഞ്ഞതിനെ തുടർന്ന് സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ സർവകലാശാലകളും എല്ലാ പരീക്ഷകളും മാറ്റിവെക്കുകയായിരുന്നു. ഒപ്പം തന്നെ അത് വലിയ തരത്തിലൊരു ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്തൊട്ടാകെ സൃഷ്ടിച്ചത്. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ എല്ലാം KSRTC ഉൾപ്പെടെ സുഗമമായ രീതിയിൽ തന്നെ സർവീസ് നടത്തിയിരുന്നു. പക്ഷെ അതിനുശേഷം ഹർത്താൽ അനുകൂലികൾ എത്തി ബസ്സുകൾ തടയുന്ന സാഹചര്യം, പലയിടത്തും ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയായിരുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നിരവധി KSRTC ബസ്സുകൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. ഇതിൽ നിരവധി ബസ്സുകൾ CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 2 കോൺഗ്രസ് പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ട സംഭവം
അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അത്തരമൊരു സംഭവം അവിടെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടായാലും അക്രമങ്ങളും കൊലപാതകങ്ങളും ഒരു കാരണവശാലും പാടില്ല. CPM പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് യാതൊരുവിധ അക്രമ സംഭവങ്ങളും നടത്താൻ പാടില്ല എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരസ്യമായിട്ട് തന്നെ ആഹ്വാനം നൽകിയതാണ്. ഇതിനകത്ത് CPMൻ്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ CPMൻ്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. പ്രതികളിൽ ആരെങ്കിലും CPMകാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ യാതൊരുവിധ സഹായവും അത്തരക്കാർക്ക് നൽകുന്നതായിരിക്കില്ല. നമ്മുടെ സംസ്ഥാനത്ത് സമാധാനപൂർവമായ അന്തരീക്ഷം സ്ഥാപിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുക. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിനുള്ള മാർഗം അക്രമത്തിലേക്ക് പോവുകയല്ല എന്നത് വ്യക്തമായ സന്ദേശം ഇടതുപക്ഷ ഗവൺമെൻറ് നൽകിയതാണ്. പാർട്ടിയുടെ നിർദ്ദേശത്തിനും ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനും വിരുദ്ധമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായത്. CPMവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സാധാരണഗതിയിൽ ഇന്നലെ കാസർഗോഡ് അത്തരമൊരു സംഭവം ചെയ്യാൻ രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ തയ്യാറാവില്ല. ഇന്നലെയാണ് കാസർഗോഡ് ജില്ലയിൽ LDFൻ്റെ ജാഥ പര്യടനം നടത്തിയ ദിവസമാണ്. ആ ദിവസം തന്നെ ആരെങ്കിലും CPMകാർ ഇത്തരത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അവർ CPMൻ്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കുന്നവരല്ല. അവർക്ക് രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്തരക്കാരെയൊന്നും CPM ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. CPMൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ല. അതിൻ്റെ പേരിൽ പ്രസ്ഥാനമാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും ചെയ്യുന്ന സംഭവങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. പോലീസ് ശക്തമായ നടപടി അവിടെ സ്വീകരിക്കണം. ഈ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള അന്വേഷണം നടത്തണം. ഫലപ്രദമായ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഇതിൽപ്പെട്ട ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പഴുതടച്ച അന്വേഷണം നടത്താൻ പോലീസ് സന്നദ്ധമാകണം. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. പ്രാദേശിക CPMന് പങ്കുണ്ടെങ്കിലും ആർക്ക് പങ്കുണ്ടെങ്കിലും അവരെ പ്രതി ചേർത്ത് നടപടി സ്വീകരിക്കണം. അങ്ങനെ ഒരാൾക്കും ഒരു സംരക്ഷണം പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കാണോ പങ്കുള്ളത് പോലീസ് കണ്ടെത്തുക തന്നെ വേണം. അതിൽ യാതൊരുവിധ ഇതും സ്വീകരിക്കേണ്ട കാര്യമേ ഇല്ല. CPM അത്തരത്തിലുള്ള ഇതിൽ പങ്കാളിയാകാൻ പാടില്ലെന്നുള്ള നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്ത കാര്യം പാർട്ടി പ്രത്യേകം പരിശോധിക്കും. പാർട്ടിയിൽ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടിയും ആവശ്യമായ അച്ചടക്ക നടപടി അത്തരക്കാരെ സ്വീകരിക്കും. അവരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കുകയില്ല. പാർട്ടി ഇത് അന്വേഷിക്കും. ഇതിൽ ആരെല്ലാമാണ് ഉൾപ്പെട്ടത് എന്ന് അന്വേഷിക്കും. പാർട്ടിക്കാരത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടേയില്ല. പാർട്ടിയുടെ നിർദ്ദേശം നൽകിയാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരാൾക്കും അവകാശമില്ല. കർശനമായി തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ പാർട്ടി സന്നദ്ധമാണ്. ഇത്തരം സംഭവങ്ങൾ മാറട്ടെ. ഈ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടാകും, പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ. അത് പല രാഷ്ട്രീയ പാർട്ടികളും CPM ഭരിക്കുന്നുണ്ട്, കോൺഗ്രസും BJP. ഈ ഒരു സ്ഥിതി മാറേണ്ട സമയമായിട്ട് മാറണമെന്നല്ലേ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. CPM അതിന് സംരക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പാർട്ടിക്ക് അത് ചെയ്യാൻ പാടില്ല. മറ്റുള്ള പാർട്ടിക്കാരും അതേ സമീപനം സ്വീകരിക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിൽ അവിടെ നേരത്തെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ഞാനത് ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നേരത്തെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഈ കൊലപാതകത്തിന് യാതൊരുവിധ ന്യായീകരണവുമില്ല. മനുഷ്യരെ അങ്ങനെ വെട്ടിക്കൊല്ലാൻ പാടില്ല. അത് പ്രാകൃതമായ നിലപാടാണ്. ഈ സംസ്കാരം രാഷ്ട്രീയ പ്രസ്ഥാനം ഉപേക്ഷിക്കുക തന്നെ വേണം. CPM അതിന് സന്നദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ധാരണയുള്ള ആളാണെങ്കിൽ ഈ സംഭവം ചെയ്യും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു ഘട്ടത്തിൽ ഈ സംഭവം എതിരാളികൾക്ക് സഹായകരമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഈ സംഭവം ചെയ്തവരാരായാലും അവർ എതിരാളികളുടെ കയ്യിൽ കളിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അവർ ഒരു കാരണവശാലും പാർട്ടി വെച്ച് ഉറപ്പിക്കുകയില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി. CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കാസർഗോഡ് പെരിയയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിന് എല്ലാ അർത്ഥത്തിലും CPM അപലപിക്കുന്നു. CPIഎമ്മുമായി ഈ വിഷയത്തിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ
പാർട്ടി തന്നെ മുൻകൈയെടുക്കും. ഒപ്പം പാർട്ടി നടപടിയും ശക്തമായി ഉണ്ടാകും. എല്ലാ പാർട്ടികളും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം. അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കൊലപാതകത്തിനെതിരെയും എന്നുകൂടി കോടിയേരി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഇടവേള. വടക്കൻ കേരളത്തിലും ഹർത്താൽ തുടരുന്നു. മലപ്പുറത്ത് ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. ജില്ലയിൽ സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവറെ മർദ്ദിച്ചു. പയ്യോളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, എങ്ങനെയാണ് മലബാറിൽ പൊതുവെ ഹർത്താൽ ബാധിച്ചിട്ടുള്ളത്? അർദ്ധരാത്രിക്ക് ശേഷം പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനജീവിതം പാടെ താറുമാറായിട്ടുണ്ടാകും. എങ്ങനെ ഇപ്പോൾ സ്ഥിതിഗതികൾ പുരോഗമിക്കുന്നു? ആനന്ദ്, മലബാർ മേഖലയിൽ ഹർത്താൽ ഭാഗികമാണ് എന്ന് പറയേണ്ടി വരും. സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ തന്നെ KSRTC ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു. പക്ഷേ വ്യാപകമായ ആക്രമണം ആണ് ജില്ലയിൽ ഉടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടത്. പ്രതിഷേധ പ്രകടനവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പല കടകളും അടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. KSRTC ബസ്സുകൾക്ക് കല്ലെറിയുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് പന്തീർപ്പാടത്തും ഒപ്പം തന്നെ പേരാമ്പ്രയിലൊക്കെ തന്നെയും KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. പല പ്രദേശങ്ങളിലും പയ്യോളിയിലൊക്കെ തന്നെയും സ്വകാര്യ ബസ്സുകളും പ്രവർത്തകർ തടഞ്ഞു. മലയോര മേഖലകളിലൊക്കെ തന്നെയും ഈ ഗതാഗതം റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ നീളി. പല പ്രദേശങ്ങളിലും കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. രാവിലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് തന്നെയായിരുന്നു. അത് വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് കടകളൊക്കെ തന്നെയും തുറക്കും എന്നൊരു പ്രഖ്യാപനം കൂടി വ്യാപാരി വ്യവസായികൾ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കോഴിക്കോട് മിഠായി തെരുവിലെ കടകൾ ഒന്നോ രണ്ടോ കടകളൊക്കെ തന്നെയും തുറക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പലയിടത്തും പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കൊയിലാണ്ടിയിൽ വ്യാപാരിയെ കടയ്ക്ക് അകത്തിട്ട് പൂട്ടുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു. പോലീസ് എത്തിയതിനു ശേഷമാണ് ഇയാളെ കടയിൽ നിന്ന് മോചിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KSP ശ്രീധരനെയാണ് സമര അനുകൂലികൾ കടയ്ക്ക് ഉള്ളിൽ വെച്ച് പൂട്ടിയത്. ഏതായാലും 11 മണിയോടെയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പ്രതിഷേധ പ്രകടനം പ്രവർത്തകർ നടത്തിയത്. പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തും സ്ഥിതിഗതികൾ മറിച്ചല്ല. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് മലപ്പുറത്ത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളൊന്നും തന്നെയും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. കാരണം വലിയ തരത്തിലുള്ള ആക്രമണമാണ് ബസ്സുകൾക്ക് നേരെയൊക്കെ തന്നെയും ഉണ്ടായി കൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിലുള്ള ഓട്ടോ ടാക്സികളൊക്കെ തന്നെയും ഭാഗികമായി സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. മലപ്പുറം ചങ്ങരംകുളത്തൊക്കെ തന്നെയും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. തിരൂർ ടൗണിൽ കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അടപ്പിക്കാനുള്ള ഒരു ശ്രമവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തി. ബാങ്കിനുള്ളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറിക്കൊണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത്. UDF ഭരിക്കുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റി ഓഫീസ് തുറന്നതിനെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടായി. ഒപ്പം തന്നെ മലപ്പുറം DD ഓഫീസിലെ ജീവനക്കാരെ ഏറെ നേരം ഓഫീസിനുള്ളിൽ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ഇപ്പോൾ അവരെ ഓഫീസിനുള്ളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ്. പോലീസ് എത്തിയാണ് അവരെ ഓഫീസിനുള്ളിൽ നിന്നും മോചിപ്പിച്ചത്. ഏതായാലും പരക്കെ തന്നെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ചങ്ങരം കുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വ്യാപാരികളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കടകൾ തുറക്കാൻ വന്ന വ്യാപാരികൾക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. അതേ തുടർന്ന് നേരിയ തോതിലുള്ള സംഘർഷവും വാക്കേറ്റവും വ്യാപാരികളും പ്രവർത്തകരും തമ്മിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും പിന്നീട് സംഘർഷത്തിലേക്കും കലാശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ലാത്തി വീശിയത്. ശരി മേഘ, വ്യക്തമാണ്. ഏതായാലും മലബാറിലും പരക്കെ അക്രമം യൂത്ത് കോൺഗ്രസ് അഴിച്ചുവിടുന്നു ഹർത്താലിന്റെ മറവിൽ. ഇപ്പോൾ കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സണ്ണി, എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ ആസൂത്രിതമായ നീക്കം എന്ന് പോലീസിന് പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രതികൾ ആരെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അല്പസമയം മുൻപ് കോടിയേരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതിൽ CPM-മായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള കർക്കശമായ നടപടി പാർട്ടി തന്നെ സ്വീകരിക്കും എന്നാണ്. ആനന്ദ്, പെരിയിൽ നടന്ന ഇരട്ടക്കൊലപാതകം സംബന്ധിച്ചുള്ള പ്രതികളെ ആരും തന്നെ ഇതുവരെ പോലീസ് സംശയിക്കുകയോ ആരെയും പിടികൂടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പ്രതികൾ CPM പ്രവർത്തകരാണ് എന്ന നിലയിലുള്ള ഒരു പരാതി
കൊല്ലപ്പെട്ടവരുടെ ശരത്ലാലിന്റെയും അതുപോലെ കൃപേഷിന്റെയും ബന്ധുക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, നേരത്തെ ഈ പ്രദേശത്തെ കല്യോട്ട് രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിരുന്നു. CPM പ്രവർത്തകനായ പീതാംബരനെ, ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെയും മറ്റൊരു പ്രവർത്തകൻ സുരേന്ദ്രനെയും എല്ലാം ആക്രമിച്ച സംഭവത്തിൽ ഇവർ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. പിന്നീട് റിമാൻഡിലായിരുന്നു ശരത്ലാൽ. അടുത്ത ദിവസമാണ് സബ് ജയിലിൽ നിന്ന് അദ്ദേഹം റിമാൻഡിൽ നിന്ന് പുറത്തു വന്നത്. അപ്പം ഈ വിരോധമായിരിക്കാം കൊലപാതകത്തിന്, രാഷ്ട്രീയ വിരോധമായിരിക്കാം ഇത്തരം ഒരു കൊലപാതകം എന്നും അതിന് പിന്നിൽ CPIM ആണെന്ന് പിന്നീട് കോൺഗ്രസും ആരോപിച്ചു, ബന്ധുക്കളും ആരോപിച്ചിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള ഒരു അന്വേഷണം FIR ആണ് പോലീസ് ഇപ്പോൾ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതികളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിരോധം കൊണ്ടാവാം കൊലപാതകം എന്ന നിലയിലുള്ള FIR ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ റേഞ്ച് IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യങ്ങൾ ഗൗരവതരമായി അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാണ്, സമാധാനപരമായി നടക്കുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വകാര്യ ബസ്സുകളോ KSRTC ബസ്സുകളോ സർവീസ് നടക്കുന്നില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അതിനെതിരായ വലിയ പ്രതിഷേധമോ കാര്യങ്ങളൊന്നും പൊതുവെ ഉണ്ടായിട്ടില്ല. ഇവരുടെ മൃതദേഹങ്ങൾ, കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ശ്രദ്ധയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും. മറ്റ് അനിഷ്ട സംഭവങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജില്ലയിലെത്തി മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തുന്നുണ്ട്. ഇപ്പോൾ കൃപേഷിന്റെയും അതുപോലെ ശരത്ലാലിന്റെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഉച്ച കഴിയുന്നതോടെ അവരുടെ മൃതദേഹങ്ങൾ കാസർഗോഡ് ജില്ലയിൽ എത്തിച്ച് വൈകിട്ടോടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും അതുപോലെ അടയാള വിദഗ്ധരും എത്തിയിട്ടുണ്ട്. അവര് അന്വേഷണം ഊർജിതമായി നടക്കുന്നു. ഈ സംഭവത്തിൽ CPMന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ലെന്നും അക്രമ സംഭവത്തെ പാർട്ടി ജില്ലാ ഘടകവും ശക്തിയായി അപലപിച്ചിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും വ്യക്തമാക്കുന്നത്. പ്രാദേശിക നേതൃത്വം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ വിരോധങ്ങൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൊലയിലേക്ക് എത്തിയിരിക്കാം എന്നുള്ള നിഗമനമാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. പക്ഷെ പാർട്ടി പ്രവർത്തകരാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ നടപടി നേരിടേണ്ടി വരുമെന്ന് തൊട്ടു മുമ്പാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത്. അക്രമം പാർട്ടിയുടെ നയമല്ലെന്ന് കോടിയേരി വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഭവത്തിലേക്ക് രാഷ്ട്രീയ ബോധമുള്ള ഒരു CPM പ്രവർത്തകനും ഉൾപ്പെടുകയില്ലെന്നും കോടിയേരി വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കർക്കശമായ നിലപാടിലാണ് കോടിയേരി അക്രമത്തെ അപലപിച്ചിരിക്കുന്നതെന്നും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആനന്ദ്. ശരി, വ്യക്തമാണ്. സണ്ണി ജോസഫാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് പിരിയയിൽ നടന്ന കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. കൊലപാതകത്തിൽ CPIMന് ബന്ധമില്ലെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രതികരിച്ചു. സംഭവത്തിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ നടക്കുകയാണ്. പെരിയ ഇരട്ട കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചു. മുൻപ് അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ പരിശോധിക്കും. പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ നടപടി ഉണ്ടാകുമെന്നും സംഭവസ്ഥലം സന്ദർശിച്ച IG മാധ്യമപ്രവർത്തകരോട് അറിയിച്ചു. കൊലപാതകം CPIMന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. CPIMനെ പ്രതിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. കൊലപാതകത്തെ യൂത്ത് കോൺഗ്രസ് ആഘോഷമാക്കുകയാണ്. ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. കൊലപാതകികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കടകംപള്ളി പ്രതികരിച്ചു. കാസർഗോഡ് CPMന്റെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിൽ യാതൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഇല്ല എന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രവർത്തകരുടെ കൊലപാതകത്തെ ഏതാണ്ട് ആഘോഷിക്കുന്ന മട്ടിലാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള മട്ടിൽ CPMന്റെ മേൽ അനാവശ്യമായിട്ട് പഴിചാരി കേരളമാകെ ഇന്നലെ രാത്രി വരെ പറഞ്ഞിരുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഹർത്താൽ എന്നാണ്. നമ്മുടെ സംസ്ഥാനമാകെ ഹർത്താൽ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അനാവശ്യമായ
ഒരു സംഗതിയായിപ്പോയി. ഇന്നിപ്പോൾ ഈ ദാരുണമായിട്ടുള്ള കൊലപാതകമാണെങ്കിൽ പോലും അത് CPM-ൻ്റെ മേൽ കെട്ടിവെച്ച് നടത്തുന്നതായിട്ടുള്ള ഹർത്താൽ. നിശ്ചയമായിട്ടും കൊലപാതകത്തെ CPM എല്ലാ പാർട്ടികളും അപലപിക്കുന്നുണ്ട്. പക്ഷേ അത് CPM-ൻ്റെ മേൽ എന്തിനു കെട്ടിവെച്ചു എന്നുള്ളത് എത്ര തന്നെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സംഭവം നടന്നാലും CPM-നെ പ്രതിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ജമ്മു കശ്മീരിലെ പുൽവാമയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അബ്ദുൽ ഖാസിയെയും ഖമ്രാനെയും ഇന്ത്യൻ സൈന്യം വധിച്ചു. ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 സൈനികരും വീരമൃത്യു വരിച്ചു. അതേസമയം ആഭ്യന്തര മന്ത്രാലയത്തിൽ അടിയന്തര യോഗം ചേരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, സങ്കീർണമായ രീതിയിലേക്ക് അതിർത്തിയിലെ വിഷയങ്ങൾ മാറുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ? ആനന്ദ്, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സൈന്യവും തീവ്രവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. 14-ാം തീയതി CRPF-ലെ 40 ജവാന്മാരെ കൊലപ്പെടുത്തിയ വൻ സ്ഫോടനത്തിന് പിന്നിലെ സൂത്രധാരനായ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ ഖാസി ഒളിച്ചിരിക്കുന്ന കെട്ടിടം സൈന്യം വളഞ്ഞു. തുടർന്ന് തീവ്രവാദികൾ പല ഭാഗത്തുനിന്ന് സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. ഒരു മേജർ അടക്കം 4 സൈനികർ കൊലപ്പെട്ടു. അതേസമയം സൈന്യം തിരിച്ചടിച്ചതിനെ തുടർന്ന് ഈ കമാൻഡർ ഖാസി അടക്കം 2 തീവ്രവാദികൾ ഇപ്പോൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട കമാൻഡർ, ഈ സ്ഫോടനത്തിന് നേതൃത്വം നൽകിയ കമാൻഡറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇപ്പോഴും സ്ഥലത്ത് സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. പല ഭാഗത്തു നിന്നായി വലിയ തരത്തിലുള്ള ആൾനാശമാണ് സംഭവിച്ചത്. എന്തായാലും അന്നത്തെ 14-ാം തീയതിയിലെ വലിയ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന രാജ്യത്തിന് വീണ്ടും 4 സൈനികരെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആനന്ദ്, സന്തോഷ്, ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗം പൂർണ്ണമായിട്ടുണ്ടോ? അതിപ്പോൾ ചേർന്നതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് വ്യക്തമാണോ? വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആനന്ദ്, 10 മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ആരംഭിച്ചത്. ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ആർമി തലവൻ ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിലവിലെ അവിടുത്തെ സംഘർഷ അവസ്ഥ അദ്ദേഹത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തവുമാണ് തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇതേ തുടർന്നുണ്ടായ ഏറ്റുമുട്ടൽ, ആൾനാശം അടക്കമുള്ള വിഷയങ്ങളെല്ലാം ആർമി തലവൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ, ഈ തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം മന്ത്രാലയം വീക്ഷിക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഗവർണറും മറ്റ് സൈന്യാധിപന്മാരുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ശരി സന്തോഷ്. ഏതായാലും വരുന്ന മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം.